ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ എടത്തറ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് കേട്ടോ. എടത്തറ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 800 മീറ്റർ ഡിസ്റ്റൻസിൽ എടത്തറ ബസ് സ്റ്റോപ്പിന് എല്ലാം കിട്ടുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു 800 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ കുറച്ച് ദൂരം മണ്ണ് റോഡാണ്. കംപ്ലീറ്റ് വീടുകൾ വന്നിട്ടുണ്ട് ചുറ്റുവട്ടം. ഇപ്പോൾ നമ്മൾ ഈ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീടുണ്ട്. ഈ പ്രോപ്പർട്ടി ഉള്ളത് 5 സെൻറ്റ് സ്ഥലമാണ്, 900 സ്ക്വയർ ഫീറ്റാണ്. പുതിയ വീടാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഫ്ലോറിങ്ങിൻ്റെ വർക്കുണ്ട്, ജനലുകളും സാനിറ്ററി വർക്കും ഒക്കെ ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ചെങ്കല്ല് കെട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് കണ്ടു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇത്രയും സ്പേസാണ് ഉള്ളത് കേട്ടോ. മഴക്കാലമാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുടയും പിടിച്ചുള്ള നടത്താം കേട്ടോ. അത്യാവശ്യം ചെറിയ സ്പേസ് ഈ ഭാഗത്തുണ്ട്. ചുറ്റുവട്ടം കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ഇട്ട് തരും. ചുറ്റുഭാഗം ഇൻ്റർലോക്ക് ഇട്ട് തരും. ഈ ഭാഗത്തുനിന്ന് ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസ് മേലേക്ക് കൊടുക്കുകയും ചെയ്യും. ഈ ഒരു പോർഷൻ്റെ ഭാഗത്തുനിന്ന് ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസ് മേലേക്ക് കൊടുക്കും. വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് ഉള്ളത്. ഇവിടെയാണ് ബോർവെല്ലുള്ളത്. ഇതാണ് ബാക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ചെറിയൊരു സ്പേസ് ഉള്ളൂ. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഏരിയ വരുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ അവിടെ ഇട്ടിട്ടുണ്ട്, ചേർന്നിട്ടുള്ള ചെറിയൊരു സ്പേസ്. തൊട്ടടുത്ത് തന്നെ അടുത്ത പ്ലോട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർക്ക് ഇവിടെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്തടുത്ത് തന്നെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമുക്ക് അവിടെയൊക്കെ വീടുകൾ കാണുന്നുണ്ട്. ഇതാണ് കിച്ചണിൻ്റെ ഏരിയ. നമുക്ക് കിച്ചണിലുള്ള ഡോർ ഇവിടെ നിന്നുണ്ടാവും. വേസ്റ്റ് ഇതിനുള്ള കുഴി. ഇതാണ് ടോയ്ലറ്റിൻ്റെ കുഴി. ഇതാണ് വീട്. ഓക്കെ, ഇനി നമുക്ക് ചുറ്റുവട്ടം കണ്ടു. നമുക്ക് ഉള്ളിലെ കാര്യം നോക്കാം. കയറുന്ന വഴിക്ക് സിറ്റൗട്ട്, അത്യാവശ്യം സ്പേസുള്ളൊരു സിറ്റൗട്ട് ഏരിയ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നല്ല തേക്കിൻ്റെ കട്ടില വെച്ച് തേക്കിൻ്റെ ഡോറാണ് ഫ്രണ്ടിലുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് വരുന്നത് UPVCയുടെ ജനലുകളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് ബാലൻസ് ഉണ്ട്, പ്ലംബിങ് വർക്ക് ബാലൻസ് ഉണ്ട്. ജനലുകളൊക്കെ UPVC നമുക്ക് ഫിറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ടൈമിൽ. മേലെയൊക്കെ നമ്മൾ LED ലൈറ്റ്സിൻ്റെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കയറി വഴിക്ക് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ. അതിനോട് ചേർന്ന് ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഡൈനിങ് സ്പേസും കിട്ടുന്നുണ്ട്. ഇതാണ് ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ നേരെ ഒരു വരാന്ത പോലെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്നത് ഒരു ബെഡ്റൂമാണ്. ഇത് കോമൺ ആയിട്ടുള്ള വാഷ്റൂമാണ് ഇതിനുള്ളത്. ഇത് 10ക്ക് 10 എന്നുള്ള രീതി അത്രയും ഉള്ളൂ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് അതിനായിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് നമ്മുടെ കിട്ടും കേട്ടോ. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിനോട് അറ്റാച്ച്ഡാണ്. ഇവിടെ വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി വരുന്നത്. ഇത് നമുക്ക് എടത്തറ സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ നടന്ന് വരാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അത്രയും അടുത്ത് തന്നെയാണ്. ഇതിൽ ഫുള്ള് ഇൻ്റർലോക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ബോർവെല്ലുണ്ട്. അതുപോലെ തന്നെ വീട് വന്നിട്ട് ഫേസ് ചെയ്യുന്നത് നോർത്തിലേക്കാണ്. നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള മണ്ണ് റോഡ് നമ്മൾ പറയുകയാണെങ്കിൽ 5 മീറ്റർ വീതിയുള്ള റോഡാണ്. നമുക്ക് അവിടെ TV സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിച്ചൺ നേരെ കയറിക്കാണ് കിച്ചണിലുള്ളത്. കിച്ചണിലാണുള്ളത്. ഇതിൻ്റെ ഫെറോ സിമെൻറ്റിൻ്റെ ഇതൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലാബുകളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ടൈൽസും കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് നമുക്ക് വീട് കൈ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് മെയിൻ ഹൈവേയിലേക്ക് ബസ് റൂട്ടിലേക്ക് നമ്മൾ എത്താൻ ഒരു 800 മീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. ചുറ്റുവട്ടം ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 20 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10 കിലോമീറ്റേഴ്സ്, ഒരു 15 മിനിറ്റ് മതി. അതുപോലെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പോയി ചേരാം. ഒരു 5 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമേ ഉള്ളൂ. ലുലു മാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ½ ആൻ അവറിൻ്റെ യാത്രയുണ്ട്. സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. 5 സെൻറ്റ് സ്ഥലം, 900 സ്ക്വയർ ഫീറ്റ് വീട്, 2 BHK ആണ്. അതിൽ ഒന്ന് അറ്റാച്ചാണ്, ഒന്ന് കോമൺ ആണ്. സോ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്റ്റേജിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തരും. സോ ഇതിന് ടോട്ടലായിട്ട് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 33 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.
നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു, ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.